ഞാനിപ്പോൾ ഉള്ളത് ലിത്വാനിയ ഷോലയിലാണ്. ഇത് ഷോലയിലൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇതിലെ നടപ്പുകാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഇതിലെ വണ്ടിയൊന്നും കയറ്റിക്കൊണ്ട് പോകാൻ പാടില്ല. കണ്ടോ, രണ്ട് സൈഡിലും ആവശ്യം പോലെ ഷോപ്പുകളും എല്ലാത്തരം ഷോപ്പുകളുണ്ട്. ഇത് ഫുൾ ടൈം റഷാണ്, ഇതുപോലാണ് തിരക്കാണ്. ഈവനിങ്ങിലാണ് കുറച്ചുകൂടെ റഷാകുന്നത്. മലമ്പുഴ യക്ഷി, ഇത് ഷോല യക്ഷി. ഇതാണ് അഡ്രസ് തന്നെ. ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയായിരിക്കുമല്ലോ അല്ലയോ? ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇത് 6-7 കിലോമീറ്ററോളം ഉണ്ട് ഈ വാക്കിംഗ് സ്ട്രീറ്റ്. ഈവനിങ് ആണ് ഇവിടെ റഷ് ആകുന്നത്. ഇതിപ്പോൾ അവധി ദിവസം കണ്ടാണ് തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന ഭാഗമാണ്. ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അങ്ങേ എൻഡിലാണ് ആ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻഡിലേക്ക് എത്തുകയാണ്. നല്ല ഒന്നാന്തരം ബിൽഡിങ്ങുകൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. നമ്മുടെ നാട്ടിലാണ് ഇവിടെ ഇപ്പോൾ ഒരു 100 വീടിക്കുറ്റിയും ബോട്ടിലും അല്ലേ? നമ്മുടെ നാട്ടിലാണല്ലേ ഒരു 16 ബോട്ടിലും. ഇവിടെ ഇവർക്കൊക്കെ ചെടിയൊക്കെ ഭയങ്കര ഒരു ഭ്രാന്തുള്ള ആൾക്കാരാണ്. എല്ലാ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരു ചട്ടിയായാലും പൂവായിട്ടുള്ള ഫ്ലവറിലോ കാണും കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മെയിൻ്റനൻസ് ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നില്ല, നല്ല വൃത്തിയിലാണ്. തുർഗൂസ് എന്ന് എഴുതിയാണ്. തുർഗൂസ്, ഇതാണ് തുർഗൂസ്. തുർഗൂസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എന്നാണ് ലിത്വാനിയൻ ലാംഗ്വേജിൽ പറയുന്നത്. ഞങ്ങളിപ്പോൾ ഒരു തുർഗൂസ് തപ്പി ഇറങ്ങിയാണ്, ഹോൾസെയിൽ തുർഗൂസ്. അപ്പോൾ നമ്മളങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻഡിലേക്ക് എത്തി. മെയിൻ റോഡിലോട്ട് കയറാം. ഇല്ല, മൊത്തം നല്ല വൃത്തിയിൽ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഫൗണ്ടനും ഒക്കെ സെറ്റ് ചെയ്ത് ഉണ്ടോ, എന്നാ വൃത്തിയാണ്. ഇതൊക്കെ വെള്ളമൊക്കെ ഡെയിലി വെള്ളമൊക്കെ മാറി നല്ല പിള്ളേരൊക്കെ വന്ന് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇന്നും വെള്ളമൊക്കെ മാറി നല്ല വൃത്തിയായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻട്രൻസ്.